ഫോണ് യൂസ് ചെയ്യാനേ പറ്റത്തില്ലല്ലോ. അത് വലിയ പ്രോബ്ലം ആവുമല്ലോ. അതാണ്. അതാ ഫണ്ണേ, ഇതേ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വെച്ചിട്ടുണ്ട്. ചായച്ചേട്ടൻ പറയുന്നു അത് ചൂടാക്കി മാംസം എടുത്ത് ഉള്ളി, തക്കാളി, ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകെല്ലാം ഇട്ട് വഴറ്റി എടുക്കുക. മാംസം ഇട്ട് കൊടുത്ത് വഴറ്റി കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ 2 പ്ലേറ്റ് ചോറ് കഴിക്കുക. എൻ്റെ ഞാൻ എഴുതി വെക്കട്ടെ ചായച്ചേട്ടാ. ചായച്ചേട്ടാ ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതി വെക്കട്ടെ കേട്ടാ. ഫണ്ണേ എഴുതി വെച്ചോ? അതെ ഞാൻ എഴുതി വെക്കാൻ പോവാ. എഴുതിയോ? കൊതി വന്നിട്ട് വെറുതെ നിൽക്കണം. അതൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാകും. അമ്മോ, അത് ചൂടാക്കിയിട്ട് മാംസം എടുക്കണം. അതാണ്, അങ്ങനെയാണ് ചമ്മന്തി ആക്കാം. കണ്ണ് പറഞ്ഞു അശ്വതി വന്നിട്ടില്ല. പെണ്ണേ അശ്വതി, നന്ദു വന്നായിരുന്നു കേട്ടോ, നന്ദു വന്നായിരുന്നു. ചായച്ചേട്ടൻ മീനിൻ്റെ ഇതാ, അത് ചെറിയ മത്തി ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം ഓക്കെ. ഞാൻ പോയി കുഞ്ഞമ്മത്തി പണ്ണ് പറഞ്ഞു, ഞാൻ പോയി കുഞ്ഞമ്മത്തി വാങ്ങട്ടെ. എനിക്ക് ഇപ്പം പോവണ്ട, വൈകുന്നേരം പോകുമ്പോൾ എടുത്താൽ മതി. സായിച്ചേട്ടൻ വന്ന് എല്ലാം ചെയ്ത് നോക്ക്, കഴിച്ചിട്ട് നാളെ ലൈവിൽ വരുമ്പോൾ പറയണം ടേസ്റ്റ്. അതിന് സായിച്ചേട്ടാ ഞങ്ങൾക്ക് മീൻ കിട്ടണ്ടേ? ചെറിയ മത്തി കിട്ടിയാലല്ലേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ എഴുതിയെടുക്കട്ടെ. ഫസ്റ്റ് എന്താ വേണ്ടേ? മീന് ചൂടാക്കി മാംസം എടുക്കുക. യെസ്. രണ്ടാമത് ഉള്ളി, തക്കാളി, ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഉള്ളി, തക്കാളി ഇത് എഴുതിയെടുക്കട്ടെ, ഒരു മിനിറ്റ്. പിന്നെ മഞ്ഞൾ, അതൊക്കെ നമുക്ക് ആവശ്യത്തിന്. മുളക് എല്ലാം കൂടി വഴറ്റുക. ഉപ്പ് ഇട്ടിട്ട് വഴറ്റുക. ഉപ്പിടണം. ഇതിന് ശേഷം മൂന്നാമത് മീൻ ഇറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്ത് സൈച്ചേട്ടൻ പറഞ്ഞു മുള്ളു കളയണേ, ഏത് മീൻ കൊണ്ടും ചെയ്യാം ഇത് പെങ്ങളെ. മുള്ളു കളയും സൈച്ചേട്ടൻ, മുള്ളു കളയും. ഏത് മീനും കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലേ ഇങ്ങനെ. ഫണ്ണ് പറഞ്ഞ് വലിയ മത്തി കിട്ടിയാൽ അതിനെ 2 ആക്കുക, അപ്പോൾ ദീപാജിക്ക് 2 ചെറിയ മത്തി കിട്ടുന്നു. സൈച്ചേട്ടൻ പറഞ്ഞു ഉപ്പ് വേണം. അത് ഉപ്പിടും സൈച്ചേട്ടൻ, ഉപ്പിടും. പിന്നെ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് വഴറ്റുക. ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുക. ഇടുക.